മുന്താണി ഇത് അജ്രക്ക് പ്രിന്റ് വരുന്ന പിന്നെ പരിപാടിയാണ് നോക്കുന്നത്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. 860 രൂപയാണ് ഇപ്പോഴത്തെ വില. 420 രൂപ. നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ നേട്ടങ്ങളുടെ മാത്രം, സന്തോഷങ്ങളുടെ മാത്രം ഒരു വർഷമായിരിക്കട്ടെ. കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു പോയി. കഴിഞ്ഞു പോയ കാർമേഘങ്ങളെല്ലാം അകന്നു പോകട്ടെ. ഇനി സന്തോഷം എന്നാ പറയുന്നത്, ദുഃഖങ്ങളായിട്ടുണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും മാറിപ്പോട്ടെ. അങ്ങനെ തന്നെ ആകട്ടെ. അങ്ങനെ ആർക്കും കിട്ടത്തില്ല 100%. പക്ഷെ നമുക്കത് കിട്ടുന്നതിന് സന്തോഷമായിട്ട് ആസ്വദിക്കാൻ പറ്റട്ടെ. അപ്പം നമുക്ക് ഇന്ന് ന്യൂ ഇയർ സമ്മാനമായിട്ട് നല്ല, നിങ്ങൾക്ക് ഈ സാരി കൈ കിട്ടുമ്പോൾ മനസ്സിലാകും, പുത്തൻ സാരീസ് തന്നെയാണ്. നമ്മൾ ബണ്ടിൽ പോലും വലിയധികം പൊട്ടിക്കാത്ത സാരീസാണ്. ബണ്ടിൽ പോലും വലിയധികം പൊട്ടിക്കാത്ത സാരീസാണ്. റീസ്റ്റോക്ക് വന്നിട്ട് മിച്ചം വന്ന സാരീസാണ്. അതാണ് നല്ല റേറ്റിൽ, നല്ല നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ മനസ്സിലാവും. ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ആദ്യത്തെ നല്ല വൈറ്റും പിങ്കും കൂടെ, അല്ലെങ്കിൽ വാടാമുല്ല കളറും കൂടെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ്, ഇതിപ്പോൾ പറയുന്നത് ഇതിനകത്ത് ഇതിൻ്റെ വീവേഴ്സ് പറയുന്നത് ഹാൻഡ്ലൂം സിൽക്ക് എന്നാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ സ്റ്റഫ് കാണുമ്പോൾ ശരിക്കും ചിലപ്പോൾ ഒരു നെറ്റ് കോട്ടായുടെ ഒരു ചെറിയൊരു ഫീലുണ്ട്. പക്ഷേ നെറ്റ് കോട്ടായുടെ അത്രയും ട്രാൻസ്പെറൻ്റ് അല്ല. ഖാദി സിൽക്ക് തന്നെ ഹാൻഡ്ലൂം സിൽക്ക് എന്നാണ് ഇതിന് അടിച്ച് വന്നിരിക്കുന്നത്, പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസ് ഉണ്ട്. ഇത് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഒന്നുമില്ല. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യം വരത്തില്ല. കാരണം പുതുപുത്തൻ സാരികൾ തന്നെയാണിത്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഈ വർഷം ഈ വൈറ്റ് അങ്ങനെയുള്ള കളറുകൾ, പിന്നെ ഒത്തിരി സ്റ്റോക്ക് വന്നത് എല്ലാം ക്ലിയർ ഔട്ട് ചെയ്ത് പുതിയ ട്രെയിൽ നിന്ന് പുതിയതെല്ലാം, പഴയതെല്ലാം പോട്ടെ, പുതിയത് മാത്രം വരട്ടെ, നല്ലത് മാത്രം വരട്ടെ. കേട്ടോ, നല്ല സാരിയാണ്. ആർക്ക് വേണമെങ്കിൽ, ഏത് പ്രായത്തിലുള്ളവർക്ക് വേണമെങ്കിലും ഉടുക്കുകയും ചെയ്താണ്. അതിൻ്റെ സ്റ്റഫ് ചെറിയ ഗ്ലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്ലോ ഇല്ല. പക്ഷെ എന്തോ ഒരു ചെറിയൊരു മിനുസം എന്ന് പറഞ്ഞാൽ മതി. ഇതാണ് മുന്താണി. ബ്ലൗസ് ഇത് ഈ ഒരു വാടാമുല്ല ഷെയ്ഡ് വരുന്ന ബ്ലൗസ്. ഇത് ഒരു ചെറിയ സെൽഫ് പ്രിന്റ് പോകുന്നുണ്ട്. ഇതിൻ്റെ ഇത് പിന്നെ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. ഇതിനൊന്നും ഒത്തിരി പീസില്ല. ഇത് ആദ്യം നിങ്ങളിപ്പോൾ ഈ കളർ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത കളർ പിടിക്കുക. ഇതിന് ഒറ്റ പീസേ ഉള്ളൂ. അതുകൊണ്ടാണ്, സിംഗിൾ പീസ് ആയതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ ഓൺലൈനിൽ അല്ല ഡിസ്കൗണ്ട് സെയിലിൽ വിടുന്നത്. ഗ്രീൻ ഒറ്റ കളർ പോലും മോശം എന്ന് പറയാനില്ല. 4 കളറേ ഉള്ളൂ. 4 കളർ നല്ല കളേഴ്സ്. അയ്യോ, ഇതിൻ്റെ റേറ്റും ആക്ച്വൽ പ്രൈസും പറഞ്ഞില്ലല്ലോ അല്ലേ? പറയാവേ. ഇതുണ്ട്, ഇതാണ് മുന്താണിയെ. സാരി ഒരു സാരി ഫുള്ളും കൂടെ വെച്ചിട്ട് കൊടുക്കണം കേട്ടോ. അത് കൈ കിട്ടുമ്പോൾ മനസ്സിലാവും. സാരി ഫുള്ളും കൂടെ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ രസമാണെന്നറിയാം. നല്ല സൂപ്പർ സാരി ആയിട്ട് എടുക്കാം. ബ്ലൗസ് ഇതിൻ്റെ ആക്ച്വൽ ആഷും ബ്ലൂ കൂടെ മിക്സ് ആയിട്ടുള്ള, പൗഡർ ബ്ലൂ ആഷും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. നല്ല സാരി കേട്ടോ. നല്ല സാരി എന്ന് പറയുന്നത് നിങ്ങൾ ആരും, എനിക്ക് 101 അല്ല 150% ഉറപ്പാണ്, ആരും ഇതുകൊണ്ട് അൺസാറ്റിസ്ഫൈഡ് ആകത്തില്ല. 100% സാറ്റിസ്ഫൈഡ് ആകും. ഒരു കാര്യത്തിലേ അൺസാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ, കിട്ടിയില്ല എന്ന് പറഞ്ഞ്. ആദ്യം കാണുന്നവർക്ക് കിട്ടുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. ഒറ്റ പീസല്ലേ ഉള്ളൂ. വേഗം വാങ്ങിച്ചോളുക. 2 or 4 എണ്ണം വാങ്ങിച്ചോളുക വാങ്ങിക്കുന്നവർ. എന്നും കൊണ്ട് 10 എണ്ണത്തിൻ്റെ ഇത്രയെണ്ണ ഇനിയുണ്ട് കേട്ടോ. റിഡക്ഷൻ സെയിൽ അടുത്ത ദിവസങ്ങളുണ്ട്. എല്ലാ ദിവസവും അടുപ്പിച്ച് വരികയെന്നേ ഉള്ളൂ. ഇവിടെ തയ്യാറാക്കുന്ന അനുസരിച്ച് റിഡക്ഷൻ കാണിക്കുക. ഇനിയിപ്പോൾ ചുരിദാർ സെറ്റും കുർത്തിയും കാണിക്കണമെന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട്. പീച്ച്, വൈറ്റും പീച്ചും, ഏത് കളറല്ലേ നല്ലതല്ലാത്ത നല്ല ഭംഗിയായിട്ടോ ഇതിൻ്റെ ഡിസൈൻ കേട്ടോ. കുറേ സ്ഥലത്ത് കൂടി പൂക്കൾ, ബാക്കി ഇങ്ങനെ വരും. ബ്ലൗസിലും ഉണ്ട് ഒരു സെൽഫ് പ്രിന്റ്. ബ്ലൗസ് തുണി തികയുന്നവർ അതുകൊണ്ട് തന്നെ ബ്ലൗസ് തയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് പീച്ച് കളറുള്ള ബ്ലൗസ് എല്ലാം കിട്ടുന്നതാണ്. ഇനി വേറൊരു സാരി എന്ന് പറയുന്നത് ഇത് ഒരു സെമി സിൽക്കി ആയിട്ടുള്ള, എന്നാൽ ഷിഫോണും അല്ല ജോർജറ്റും അല്ല സെമി സിൽക്കും അല്ല, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ. ഇതൊക്കെ ഡെയിലി യൂസിന് നിങ്ങൾക്ക് നല്ലതാണ്. ഇതും 840 രൂപ, 420 രൂപ. ഇപ്പോഴത്തെ പ്രൈസ് 420. ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ മുന്താണി സൈഡും കാണിക്കാവേ. ഇതുകൊണ്ട് ഫോൾഡിങ് എടുത്തിട്ടുള്ളത് പോലും അല്ല, പൊട്ടിച്ചിട്ടുള്ളത് പോലും അല്ല. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നേ വെച്ചല്ലേ പലതും പൊട്ടിച്ചേ. ഇതൊക്കെ ഒത്തിരി വന്നിട്ട്
നമ്മൾ ഈ ബണ്ടിൽ കണക്കെ കൊണ്ടുവരും. ഓൺലൈൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് ഒത്തിരിയേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, ബണ്ടിൽ കണക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓൺലൈനിൽ കാണിക്കും, ഒരെണ്ണം 2 വെച്ചോണ്ട് ഓൺലൈൻ കാണിക്കാൻ പറ്റിയല്ലോ. ഇതേ എന്താണ് ഇങ്ങനെ ചെറിയ ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ വേണമെങ്കിൽ ഉടുക്കാട്ടോ. ശരിക്കും ഞാൻ പറയാം, ഒരു സിൽക്കി ടച്ച് ഉണ്ട്, നല്ലൊരു സിൽക്കി ടച്ച് ഉണ്ട്. അത് നല്ല സോഫ്റ്റുമാണ്, പക്ഷെ അങ്ങ് ഭയങ്കര ഫ്ലോയി ആയിട്ട് അങ്ങ് പോകുന്നുമില്ല. നല്ലൊരു സ്റ്റഫാണ്. ബ്ലൗസ് ഉണ്ട്, ബ്ലൗസ് പ്ലെയിനാണ്, പക്ഷെ അതിലൊരു സെൽഫ് പ്രിൻ്റ് ഉണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ചെറിയൊരു മുട്ട. അതിൻ്റെ പർപ്പിൾ. എന്താണ് വന്നിട്ട് ന്യൂ ഇയർ ആഘോഷമൊക്കെ ഉണ്ടോ? ബ്രിക്ക് അടയ്ക്കാടെയൊക്കെ കളറില്ലേ, ആ ഒരു കളറാണ്. ബ്രിക്ക് റെഡ് അല്ല, ബ്രിക്ക് യെല്ലോ. അടയ്ക്കാടെ തന്നെ, അടയ്ക്കാടെ കളർ. അടയ്ക്ക മീൻസ് ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പേര് പറയുന്നത് അല്ലേ? അല്ലേ? പഴുക്ക, ആ അതിനൊക്കെ പറയും. നമ്മുടെ ഇവിടെയൊക്കെ പഴുക്കാന്നോ അടയ്ക്കാന്നോ ഒക്കെ പറയും. മാങ്ങ വിറ്റ് അടയ്ക്ക മാങ്ങ, അല്ലെ അടയ്ക്ക വിറ്റ് മാങ്ങ. അയ്യോ എന്നൊക്കെ കോമഡികളല്ലേ നമുക്ക്. ഇത് അടയ്ക്കയുടെ കളറേ ഞാൻ പറഞ്ഞു. നമ്മൾ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കുമ്പോഴേ ചില സമയത്ത് ഇരുന്ന് ചിരിച്ചില്ലേ ഇഷ്ടപാട്. എന്നാ എൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി, ഇതൊക്കെ കുറച്ചു നേരം കണ്ടാൽ നമ്മൾ റിലാക്സ് ആയിക്കോളും. പിന്നെ യാത്ര പോവാന്നുള്ളതും വലിയൊരു റിലാക്സേഷൻ ടെക്നിക്കല്ലേ. ഒന്ന് പോയി നോക്കിയാൽ ശരിക്കും അതെ, നമുക്ക് ഒരു രസമില്ല പോകാൻ, ഒരു സൗകര്യം മൂടൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരുന്നാൽ നമ്മളൊന്ന് പോയി നോക്കി, പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പവർഫുൾ ആവും. ഇതിപ്പോൾ വന്നിട്ട് പായലിൻ്റെ ഒക്കെ കളറില്ലേ, ഒലിവ് ഗ്രീൻ്റെ ഡാർക്ക്. ഇനി വേറെ ഒരെണ്ണം പ്ലെയിനിൽ വന്നിട്ട് അജ്രക്ക് പ്രിന്റ് വരുന്നത് കേട്ടോ. ഇതിനൊക്കെ ഭയങ്കര ആവശ്യക്കാരായിരിക്കും, പക്ഷേ ഇതിൻ്റെ കുറേ കളർ ഉണ്ടായിരുന്നു. ഇപ്പം 2 കളറേ അവൈലബിൾ ആയിട്ടുള്ളൂ. ആ 2 കളറിൽ ഓരോ പീസ് വെച്ചേ ഉള്ളൂ, ഒത്തിരി പീസില്ല, ഒരേ ഒരു പീസ് വെച്ച്. ഈ കയ്യിലിരിക്കുന്ന സാധനം തന്നെയേ ഉള്ളൂ ആകെ. അതുകൊണ്ട് ആലോചിച്ചിരുന്ന് 1 മിനിറ്റ് പോലും ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല കേട്ടോ. 1 മിനിറ്റ് ഹോൾഡ് ചെയ്ത് വെക്കും, അത്രയും 5 മിനിറ്റ് ഹോൾഡ് ചെയ്ത് വെക്കും, അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ലേ. ആരും ഓർക്കരുത് കേട്ടോ. ചിലർ പറയുവേ എനിക്കിത് വേണം, മറ്റേ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു നാളെ ഞാൻ പൈസ ഇട്ടേക്കാവേന്ന് പറയും. പറ്റത്തില്ല കേട്ടോ, കാരണം അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം തന്നെ പൈസ ഇടുന്ന കാര്യമാണോ അവർക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ജാട അടിക്കുമെന്ന് ഓർക്കല്ലേ, എപ്പോഴും അങ്ങനെ പറയണമെന്നില്ല. എന്നാലും ഇതാ മുന്താണി, ഇത് അജ്രക്ക് പ്രിന്റ് വരുന്ന മുന്താണി, ഇങ്ങനെ വരും ബോഡി, ബ്ലൗസ് പ്ലെയിൻ. അയ്യോ ഇതിൻ്റെ വില പറഞ്ഞു, അതിനെല്ലാം 420 എന്നല്ലേ പറഞ്ഞേ. പിന്നെ അതുപോലെ ഇത് പൊട്ടിക്കുന്നതിന് വേണ്ടി വില നോക്കാൻ പോകും. ഇതും അത് തന്നെ 860, 420. ആഷ് കളർ, ഡാർക്ക് ആഷ്, നേവി ബ്ലൂ വിത്ത് ആഷ് ആട്ടോ. നേവി ആഷ്ക്കും ആഷ് മാത്രമല്ല, നേവി ബ്ലൂ വിത്ത് ആഷ്. എന്താ ബ്ലൗസ് പ്ലെയിന്. ഇനി കുറച്ച് സാരികളുണ്ട് ഇതില്ലേ. ഇത് ഹാൻഡ്ലൂം സിൽക്കാണേ, കണ്ടോ. നമ്മുടെ കോട്ട സാരി ഇല്ലേ, അതുപോലത്തെ അല്ല നെറ്റ് കോട്ട സാരി തന്നെ തോന്നിക്കുള്ളൂ. ഞാനത് തന്നെ ഓർത്തിരുന്നു. ഞാനിട്ട് പറഞ്ഞു നെറ്റ് കോട്ടയുടെ ഇത്രയും നല്ല സാരി എന്തിനാണ് റിഡക്ഷൻ സൈഡിന് വിൽക്കുന്നതെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് എന്തിനാ ഇതല്ലാതെ പോകും, പിന്നെ കുറച്ച് നാളും കൂടെയൊക്കെ ഇത്രയും പുതിയതാണ് വന്നിട്ട് തന്നെ ഓണത്തിൻ്റെ സമയത്ത് കണ്ട് വന്ന സംഭവങ്ങളാണ്. അപ്പം പറഞ്ഞു, പക്ഷേ ഇത് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഡെയിലി യൂസിന് നല്ലതാട്ടോ. ഇതാണ് അതിൻ്റെ സ്റ്റഫ്. നമ്മുടെ പഴയ ബിന്നി സിൽക്കിൻ്റെ ഒക്കെ സാരി പോലെ തന്നെ ഇരിക്കുന്നു. നെറ്റ് കോട്ട സാരി ആണെന്ന് തോന്നുള്ളൂ, പക്ഷേ ഇത് ഹാൻഡ്ലൂം സിൽക്ക് എന്നാണ് ഇതെല്ലാം എഴുതി വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരും മുന്താണി.
ഡെയിലി യൂസിന് നല്ല കോട്ട സാരിയും കോട്ടൺ സാരി ഉപയോഗിക്കുന്നവർക്ക് നല്ലതാണ്. പക്ഷേ ഇത് കോട്ടണോ അല്ല കോട്ടായും അല്ല, ഹാൻഡ്ലൂം സിൽക്ക് എന്നാണ് പറയുന്നത്. സ്റ്റഫ് സ്റ്റാർച്ച് ഒന്നും ചെയ്യണ്ട. പക്ഷെ കോട്ട സാരി ഉടുക്കുന്ന അല്ലെങ്കിൽ കോട്ടൺ സാരി ഉടുക്കുന്ന അതേ എഫക്റ്റോട് കൂടി ഉടുക്കാം. പക്ഷെ അതുപോലെ തന്നെ വീർത്ത് നിൽക്കത്തില്ല, ഒട്ടിക്കിടക്കുന്നതാണ്, ഒട്ടിയിരിക്കും. മീൻസ് ഭയങ്കര സ്റ്റാർച്ച് ഉള്ളതല്ലെന്ന് അർത്ഥം. ബ്ലൗസ് പ്ലെയിൻ, മസ്റ്റാർഡ് യെല്ലോയുടെ ഡാർക്ക് കളറ്. നോക്കുന്നില്ലേ, ചുമ്മാ മേഡം എന്നാ പരിപാടി ഞാൻ നോക്കുന്നില്ല, വിളിച്ചോണ്ടേയിരിക്കും. നല്ല കളറാ എൻ്റെ പൊന്നെ. ഈ സാരി സത്യം പറഞ്ഞുണ്ടല്ലോ, നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ ഓർക്കും, സത്യമായിട്ട് ഓർക്കും. വിദ്യ എന്നാലും എന്തിനാ ഇത് റിഡക്ഷൻ തന്നത്? നല്ലൊരു ഗ്രീൻ, സഫയർ ഗ്രീൻ, നമ്മുടെ പഴയ സിൽക്ക് സാരിയുടെ അല്ലേ, ബിന്നി സിൽക്കിൻ്റെ സാരിയുടെ അതേ ഈ മാംഗോ പ്രിൻ്റെ മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ. ബ്ലൂ എന്താണ് ഇങ്ങനെ. ബ്ലൗസ് ഇങ്ങനെ 3 കളറേ ഉള്ളെന്ന് തോന്നുന്നു. ബാക്കി തീർന്നു. 420 വിടാം. എന്നാൽ അപ്പം പിക്ക് കഴിഞ്ഞിട്ട് 420 ഇട്ടാൽ മതിയായിരുന്നല്ലോ. 420 സാരി അല്ല കേട്ടോ, 50% അതിൽ കൂടുതലും താത്താണ് ഓഫർ ഇട്ടിരിക്കുന്നത്. നേർ പാതി വില, പാതി കൂടുതലും 50-60 ഒക്കെ % ആയിട്ടിരിക്കുന്നു. ഇത് 420 കേട്ടോ. ഒഴുക്കൻ സാരി എന്ന് പറയുന്നത് ഷിഫോൺ അല്ല, ഒരു സിൽക്കി ആയിട്ടുള്ള ഒഴുക്കൻ സാരി, 6 ആഗ് പ്രിന്റ്. നല്ല സാരി അല്ലേ. കളർ തന്നെ ബിസ്ക്കറ്റിന്റെ കളർ എന്ന് പറയാൻ പറ്റത്തില്ല, ബേജ് കളറാണ്. ഒരു ക്രീമേ കൂടെ ബേജ് 6 ആഗ്. ഈ 6 ആഗ് കൊടുത്താൽ തന്നെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. ബ്ലൗസ് വന്നിട്ട് ദേ ഇങ്ങനെ. അതിൻ്റെ പേസ്റ്റൽ ചാർട്ടാണ് കേട്ടോ മൊത്തം. അടുത്തത് ഇങ്ങനെ ഒരു സ്വിസ് ഗ്രീനിഷ് ഷെയ്ഡ്. പോയത് ബിസ്ക്കറ്റ് കളർ, ചോക്ലേറ്റ് ലൈറ്റ് ചോക്ലേറ്റിൻ്റെ ഷെയ്ഡും ഡാർക്ക് ചോക്ലേറ്റും ലൈറ്റ് ചോക്ലേറ്റും ഒക്കെ ആയിട്ടുള്ള ഷെയ്ഡ്. ലാവണ്ടർ, ഇതിനെ 2 ഷെയ്ഡ് പോലെ വരുന്നുണ്ടോ? അത് ഡബിൾ ഷെയ്ഡ് ഉണ്ടല്ലേ? ഡബിൾ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അതെനിക്ക് ഇവിടെ മിററെ നോക്കുമ്പോഴേ, ഫ്രണ്ടിലെ മിററെ നോക്കുമ്പോഴേ 2 ഷെയ്ഡ്. ഇവിടെ ലാവണ്ടർ ഇങ്ങനെ നോക്കുമ്പോൾ വേറൊരു കറുപ്പ് പോലെ തോന്നിക്കും, ഡബിൾ ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അത് ഡബിൾ ഷെയ്ഡാണോ മൊത്തത്തിൽ? അതിങ്ങനെ നോക്കുമ്പോൾ മാത്രമേ കാണത്തുള്ളൂ ഉള്ളല്ലേ? കണ്ണുകളല്ലേ ചതിക്കുകയാണോ? അയ്യോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇത് നോക്കിയിട്ട് 2 കളറാണോ അത്? അതാ നോക്കുമ്പോൾ മാത്രമേ തോന്നുള്ളൂ. 2 കളറുണ്ട്. അല്ല, അതിൻ്റെ തന്നെ ലൈറ്റും ഡാർക്കും, അതാണ് സംഭവം തോന്നുന്നു. ഇപ്പോൾ ലാവണ്ടറാണ്, ലാവണ്ടറിൻ്റെ ഡാർക്കും വരും, ലാവണ്ടറിൻ്റെ ലൈറ്റും വരും. അതിൻ്റെ കൂടെ 6 ആഗ് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന. അപ്പം എന്താ, വേണ്ടവർ വേഗം തന്നെ ക്യാഷ് അടിച്ച് ബുക്ക് ചെയ്യുക. ഹോൾഡ് ചെയ്യത്തില്ല, റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല. പിന്നെ ഹോൾഡ് ചെയ്യാതെ ഇരുന്നിട്ട് പിണങ്ങരുത് കേട്ടോ. വേഗം തന്നെ വേണ്ടവർ ബുക്ക് ചെയ്തോളുക. പിന്നെ വേറെ എന്താ പറയുക, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നാളെ നമുക്ക് പുതുവർഷം തുടങ്ങിയാണ്. നല്ലൊരു, ഈ ലോകത്തിന് മുഴുവൻ നല്ലൊരു വർഷമായിരിക്കട്ടെ. എന്തൊക്കെ ദുരന്തങ്ങളിലും കൂടെ ബുദ്ധിമുട്ടുകളിൽ കൂടെ, പ്രളയം, കൊറോണ, എന്തെല്ലാത്തിലും കൂടെ കടന്നുപോയി അല്ലേ, അതൊക്കെ ഒന്നും ഇല്ലാത്ത സമാധാനം ശാന്തി നിറഞ്ഞ ഒരു കാലം ആയിരിക്കട്ടെ. ദൈവമേ, എല്ലാവർക്കും നല്ലത് മാത്രം വരണം. എല്ലാവരും പ്രാർത്ഥിക്കുക. ലോകത്തിന് മുഴുവൻ വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇസബെല്ലയുടെ എൻ്റെയും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഇനി ശരിക്കും ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് നാളെ വരാം കേട്ടോ.
വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. റിഡക്ഷൻ സെയിൽ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നാളെ റിഡക്ഷൻ സെയിൽ ആയിരിക്കും എന്ന് ഉറപ്പില്ല. ഒന്നരാടം ദിവസങ്ങളിലൊക്കെ റിഡക്ഷൻ സെയിൽ ചുരിദാർ സെറ്റ് സാരി എല്ലാം പുറമെ വരുന്നതായിരിക്കും. ടാറ്റാ.